ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചിന്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 30-ാം തീയതി. പക്ഷെ 30-ാം തീയതി ഇനിയും കുറെ ദിവസങ്ങൾ ഉണ്ടെങ്കിലും അച്ചുവിന് ഇന്നാണ് ലീവ്. അതായത് അവൻ നാഷണൽ പെർമിറ്റിൽ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അവന് വല്ലപ്പോഴും ലീവ് കിട്ടില്ല. അപ്പൊ ഈ 30-ാം തീയതി ആകുമ്പോൾ അവന് ആ ബർത്ത്ഡേയുടെ സമയത്ത് ലീവ് എടുക്കണം. അപ്പം ഇന്നൊരു ദിവസം ലീവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പുറത്തു പോയിട്ട് വരാമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കണം എന്ന് വിചാരിച്ചല്ല. പക്ഷെ നമ്മുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ട്. ക്യാമറമാൻ പറഞ്ഞേക്കുന്നത് പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസുമാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരികയും ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയുടെ വീട്ടിലും പോയിട്ട് വരാം. അപ്പോൾ ചെറുവത്തൂരോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവൻ പറഞ്ഞു പുളിമൂട്ടിൽ ബീച്ചിലോട്ട് പോകാം. അപ്പോൾ അമ്മയുടെ വീട്ടിലും പോകാം, അവിടുന്ന് ഫോട്ടോസും ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ തോന്നുന്നു. അപ്പോൾ 2 കാര്യം ആയില്ലേന്ന് തോന്നുന്നു. അപ്പോൾ വേറെ സെപ്പറേറ്റ് സ്ഥലത്ത് പോകണ്ടെന്ന് ചോദിച്ചപ്പം നമ്മുടെ ക്യാമറമാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ പരിചയപ്പെടാം. ഇത് അവൻ അറിയാതെ എടുത്ത വീഡിയോ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ അതായത് ഫോട്ടോസിന് എല്ലാത്തിനും പുറകിലുള്ള ഒരു ഹാർഡ് വർക്കായിട്ട് ഒരു ക്യാമറമാനാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ ഫ്രണ്ടാണ്. അവൻ വരുമ്പോഴൊക്കെ ഇവനെയും കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെ പരിചയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നോർമലി ഞാൻ അങ്ങനെ പറയുന്നത് വരുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. എന്നിട്ട് അവൻ വരുമ്പോഴൊക്കെ ഇവനെ കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെ മൊത്തത്തിൽ പരിചയമായി. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ് സ്കൂളിൽ. പക്ഷേ അങ്ങനെ മിണ്ടവും പറയുന്നില്ലായിരുന്നു. നാട്ടിൽ കാണുകയൊക്കെ ചെയ്യും. പക്ഷെ കസിൻ്റെ കൂടെ വന്ന് പരിചയമായി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അധികം നമ്മുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇവനാണ്. അവൻ പറഞ്ഞേക്കുന്നത് ഐഫോൺ ഉണ്ടെങ്കിൽ ലൈറ്റ് പോകുന്നതിന് മുന്നേ പുറത്ത് പോയി ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് റെഡിയായി അങ്ങനെ പുറത്തോട്ട് പോകാൻ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. നല്ല നട്ടുച്ച വെയിലാണ്. അപ്പോൾ അവൻ വരുമ്പോൾ ഉണ്ടാക്കി വെച്ച ഫുഡ് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പോൾ അവൻ ഏതായാലും ഉണ്ടാക്കി വെച്ചതല്ല, അവൻ വരുന്നോണ്ട് ഉണ്ടാക്കിയതാണ്. അവനെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ പുറപ്പെട്ടു കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അങ്ങനെ നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ട് അപ്പം അവിടെ എത്തി കസിൻസിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തൂരുള്ള പുളിമൂട്ടൽ ബീച്ചിലോട്ട് പോയി. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയാൻ ചെറുതായിട്ട് മഴ പാറാൻ തുടങ്ങിയായിരുന്നു നമ്മളിവിടെ എത്തുമ്പോഴേക്കും. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തു കേട്ടോ. മഴ പാറാൻ തുടങ്ങി തന്നെ നല്ല മഴ വരുമെന്ന് വിചാരിച്ചത്, പക്ഷേ കാലാവസ്ഥ ചതിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് തിരിച്ച് പോകാൻ നേരം ചെറുതായിട്ട് മഴ പാറാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. കാരണം കുറേ നമ്മൾ പ്രതീക്ഷിക്കാതെ പോയതാണ് പുറത്തോട്ട്. കാരണം വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. പക്ഷേ പുറത്ത് പോയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നല്ല ഫോട്ടോസ്, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആ ബീച്ചിൻ്റെ അടുത്ത് ആകപ്പാടെയുള്ള ഈ ഒരു ചെറിയ തട്ടുകട കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞായിരുന്നു. പക്ഷേ ചെറുതായിട്ട് മഴ പാർന്നുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു കടൽക്കരയുടെ. അതുകൊണ്ട് നമുക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. 3 ഗ്ലാസ് നല്ല ചൂട് ചായ മേടിച്ചു. പക്ഷേ നമ്മുടെ ക്യാമറമാനായ ആൽബിന് ചായ വേണ്ട, കോള മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ചായ ക്യാൻസലാക്കി ഒരു കോള മേടിച്ചു. പക്ഷേ കൊച്ചിനാണെങ്കിൽ അത് വേണം. അങ്ങനെ അതൊക്കെ കുറിച്ച് ഞങ്ങൾ നേരെ ചെറുവത്തൂരുള്ള ഹോട്ടലിലോട്ട് പോയി കേട്ടോ. നമ്മളെപ്പോൾ ചെറുവത്തൂർ പയ്യന്നൂർ ആ ഭാഗത്തോട്ട് പോയാലും നമ്മൾ അധികവും കഴിക്കാൻ കയറുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് സാഫ്രോൺ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ മന്തി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അത് മാത്രമല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ ഹോട്ടൽ. ഞങ്ങൾ ഓർഡർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് ഷവർമ്മയാണ്. എനിക്ക് ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും മന്തി കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇതിനിടയിൽ ഞാൻ മന്തി ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഷവർമ്മ കഴിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറുമ്പോഴേ ഷവർമ്മയുടെ മണം വന്നപ്പോഴേ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അവരൊരു ഷവായ മന്തി ആട്ടോ മേടിച്ചതും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മന്തിനോടും ബിരിയാണിനോടും പ്രത്യേകിച്ച് കാരണം എൻ്റെ ഹസ്ബൻഡിന് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് മന്തിയും ബിരിയാണിയും. അതുപോലെ കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഷവർമ്മ അതുപോലെ ഐസ്ക്രീം ഐറ്റംസ് അതിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിന് നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. ഓരോ ഷേക്കും പിന്നെ ഞാൻ ഒരു ഫലൂദയും പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന ഷമാമ പിന്നെ അതുപോലെ സ്നിക്കേഴ്സ്, കിറ്റ്കാറ്റ് അങ്ങനത്തെ ഷേക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവസാനം സൈ ആയിട്ടൊരു ഫലൂദ ഐസ്ക്രീം വാങ്ങേണ്ട ഷേക്ക് വാങ്ങിയാൽ മതി നിർത്ത. അവസാനം
ഐസ്ക്രീമിലോട്ട് തന്നെ എത്തി. അങ്ങനെ ഒരു ഫലൂദ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുത്ത ലൈം കുടിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഒരു ലൈമും കൂടെ കുടിച്ച് ഞങ്ങൾ മേടിച്ച ഫുഡെല്ലാം ഫിനിഷാക്കി ഞങ്ങൾ അവിടുന്ന് എല്ലാം കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങി. മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുവച്ച വണ്ടി ഞങ്ങൾ കൊണ്ടുവച്ച സ്ഥലത്തില്ല, വേറെ എവിടെയോ ആയിരുന്നു. പക്ഷെ വണ്ടിക്കാണെങ്കിൽ നല്ല രീതിക്ക് സ്ക്രാച്ചും വന്നിട്ടുണ്ട്. കടയിടന്നോടോ അവിടുത്തെ വാച്ച്മാനോടും ചോദിക്കുമ്പോൾ അവർ കൈമലത്തി കാണിക്കും. പിന്നെ എന്ത് ചെയ്യാനാ, അവസാനം വണ്ടി എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടുട്ടോ. അങ്ങനെ വണ്ടിക്ക് സ്ക്രാച്ച് വീണ സങ്കടത്തിൽ പ്രകൃതി ഭംഗിക്ക് ആശ്രയിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കല്ല, ഞങ്ങളുടെ കൂടെ വന്ന ക്യാമറമാൻ്റെ വണ്ടിക്കാണ് സ്ക്രാച്ച് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ കൂടെ വന്നതാണല്ലോ, നമ്മുടെ ഒരു ആവശ്യത്തിൽ എന്താണല്ലോ. അപ്പോൾ അവൻ്റെ വണ്ടിക്ക് വന്നപ്പോൾ നമുക്കൊരു വിഷമം. ഏതായാലും സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ കേക്ക് എൻ്റെ അനിയൻ്റെ USS എക്സാമിന് പാസ്സായതുകൊണ്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അവൻ്റെ സന്തോഷത്തിൽ ഞങ്ങളുടെ സന്തോഷത്തിൽ അവനെ എല്ലാവരും കൂടെ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റിലേറ്റീവ്സും അവൻ്റെ കൂടെ നിൽക്കുന്ന അവൻ്റെ ആ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അത് അവൻ്റെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അവൻ്റെ ചങ്സാട്ടോ, അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സാണ്, അവൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെല്ലാവരെയും കൂടെ ഞങ്ങൾ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു കേട്ടോ. ഇത് അവൻ്റെ അഭിമാന നിമിഷമാണ്. അതുപോലെ ഇനിയും ഇതുപോലുള്ള എക്സാമുകൾ എഴുതി അവന് പാസ്സാവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.